ഫിബ്രൈൽ സീസർ അല്ലെങ്കിൽ പനി വന്നിട്ടുള്ള അവസ്മാരം. എന്താണിത്? പനി വരുമ്പോൾ അവസ്മാരം വരുമോ ഇല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ പാരൻസിൻ്റെ മെയിൻ ചോദ്യങ്ങൾ. ആദ്യം നമ്മൾ പനി കൺട്രോൾ ചെയ്യണം. പനി എങ്ങനെ കൺട്രോൾ ചെയ്യും? കറക്റ്റ് ഡോസിനുള്ള മരുന്ന് കറക്റ്റ് ടൈമിന് 6 മണിക്കൂർ ഗ്യാപ്പിൽ നമ്മൾ കൊടുക്കുക. 6 മണിക്കൂറിൽ പിന്നെയും ഫീവർ സ്പൈക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ലൂക്ക് വോം വാട്ടർ, അതായത് സാധാരണ വെള്ളം വെച്ച് നമ്മൾ കുഞ്ഞിൻ്റെ ശരീരം തുടച്ചു കൊടുക്കുക. അങ്ങനെ ആണെങ്കിൽ ടെമ്പറേച്ചർ താനെ കൺട്രോൾഡ് ആയിക്കോളും. ഇത്രയും ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിട്ട് ഇൻ കേസ് ഒരു കുഞ്ഞിന് ഫിറ്റ്സ് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് കുഞ്ഞിനെ ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡ് ചരിച്ച് കിടത്തിയിട്ട് നമ്മൾ കുഞ്ഞിൻ്റെ സെക്രീഷൻസ്, അതായത് തുപ്പൽ ഒരു സൈഡ് ഒലിച്ചു പോകാൻ ഒരു അവസരം കൊടുക്കുക. ഇൻ കേസ് അത് തുപ്പൽ തങ്ങി നിന്ന് ഒരു ശ്വാസ തടസ്സം വരാനുള്ളൊരു സിറ്റുവേഷൻ വരാൻ പാടില്ല. സപ്പോസ് ഇത് കഴിഞ്ഞിട്ടും കുഞ്ഞിൻ്റെ ഫിറ്റ്സ് അവസ്മാരം തുടരുകയാണ്, ഒരു 2-3 മിനിറ്റ് തുടർന്നുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അടുത്തുള്ള ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് എത്തിപ്പെടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കേണ്ട മെയിൻ മരുന്നാണ് ഓക്സിജൻ, ഹൈ ഫ്ലോ ഓക്സിജൻ കൊടുക്കുക. കാര്യം കുഞ്ഞിൻ്റെ ഓക്സിജൻ്റെ സപ്ലൈ എത്രമാത്രം ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. പിന്നെ കൊടുക്കേണ്ട 2 മരുന്നുകളാണ്. ഏറ്റവും പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് മൂക്കിൽ അടിക്കുന്ന പഫ്, അതായത് ഇൻട്രാനേസൽ മിഡാസോളം എന്ന് പറയും. അത് ബോഡിയുടെ വെയിറ്റ് അനുസരിച്ച് നമ്മൾ 1-2 പഫ് അനുസരിച്ച് നമ്മൾ കൊടുക്കുക. കാനില കിട്ടി, നമുക്ക് IV ഇഞ്ചക്ഷനുള്ള ലൈൻ കിട്ടിയെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട അടുത്തൊരു മരുന്നാണ് ഇഞ്ചക്ഷൻ IV ലോറാസിപ്പം എന്ന് പറഞ്ഞ മരുന്ന്. അത് കൊടുത്തിട്ട് ഈ 2 മരുന്നുകളിൽ ഏതെങ്കിലും ഒരു മരുന്ന് കൊടുത്തിട്ട് മിനിമം ഒരു 5 മിനിറ്റ് ബോഡിയിൽ കൺട്രോൾ ആവുന്നവർ വെയിറ്റ് ചെയ്യുക.